ഹായ് ഓൾ. സോ +1 സയൻസിലേക്ക് വന്ന സമയത്ത് ഭൂരിഭാഗം പേരും എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, സയൻസ് എടുക്കണ്ടായിരുന്നു, സയൻസ് എടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടായി മാറി, എനിക്കൊന്നും പഠിക്കാനാവുന്നില്ല, ഇതൊന്നുമല്ല ഞാൻ പഠിച്ച ഫിസിക്സ്, ഇതൊന്നുമല്ല ഞാൻ പഠിച്ച മാത്സ്, ഇതൊന്നുമല്ല ഞാൻ പഠിച്ച ബയോളജി, കെമിസ്ട്രി എന്ന് പറയുന്നത്. എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ തോട്ട്സ് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ആദ്യം കമന്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ +1ലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 10th പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഭീകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഹയർ സെക്കൻഡറി ആണല്ലോ, വ്യത്യാസം എന്തായാലും വേണമല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യത്യാസങ്ങളുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആവാൻ എന്ത് ചെയ്യും, ഇനീഷ്യലി കുറച്ച് മാസങ്ങൾ എന്തായാലും എടുക്കും. പക്ഷെ ഒരു കാര്യം മക്കൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ നമ്മുടെ +1 എക്സാമിന്റെ റിസൾട്ട് വന്നപ്പം 520 ഔട്ട് ഓഫ് 520 കിട്ടിയിരിക്കുന്ന ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്നത്, അതായത് നിങ്ങളുടെ സീനിയർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഒരു പ്രൂഫായിട്ട് ലഭിച്ചു കഴിഞ്ഞു. പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യം ഫുൾ A+ന്റെ കാര്യമല്ല, ഫുൾ മാർക്കിന്റെ കാര്യമാണ്. ഫുൾ ഔട്ട് ഓഫ് ഫുൾ കിട്ടിയിരിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫുൾ മാർക്ക് ലഭിക്കാൻ ചാൻസ് ഉള്ള ഈ ഒരു ഇയർ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിലാണ് മക്കൾ കൺഫ്യൂഷൻസ് ഉണ്ടാവുക അല്ലെ. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കൊരു കാര്യം പഠിക്കുക എന്ന് പറയുമ്പം അത് എവിടെ നിന്ന് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എന്താണ് സിലബസ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഏതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, എങ്ങനെ ഫോർമുലാസ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യം ഒരു പ്രോപ്പർ ഗൈഡൻസ് ആണ്, ഒരു സപ്പോർട്ടാണ് ആവശ്യം. ആ ഒരു സപ്പോർട്ടിന് വേണ്ടി നിങ്ങളുടെ കൂടെ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ അഗ്നി ബാച്ച് കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഡൗട്ട് ക്ലിയറൻസ് ആയിക്കോട്ടെ, ഷോർട്ട് നോട്ട്സുകൾ, ഫോർമുല ഷീറ്റുകൾ ആയിക്കോട്ടെ, ഇനി ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, ലൈവ് ക്ലാസ്സുകൾ ആയിക്കോട്ടെ, ഇനി കൂടുതൽ മക്കൾക്ക് കോണ്ടന്റ് ആവശ്യമുണ്ട്, NCERT-ലേക്ക് ഒരു ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് ആവശ്യമുണ്ടെങ്കിൽ പേൾ ആക്സസ് നമുക്കുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്, ആ ബാച്ചിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി. സോ വി ഓൾ നീഡ് അക്കാദമിക് പ്ലാൻ ഓൾസോ അല്ലെ. ഒരു കൃത്യമായിട്ടുള്ള ഒരു അക്കാദമിക് പ്ലാൻ നമുക്ക് വേണം. ഈ ഒരു മാസം എന്തൊക്കെ പഠിക്കണം, എപ്പോഴാണ് ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടായിരിക്കുക, ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ ഒരു കാരണവശാൽ നമ്മൾ എന്ത് ചെയ്യില്ല, പിന്നിലേക്ക് പോവില്ല. ഇപ്പൊ ഇവിടെയാണെങ്കിൽ അഗ്നി ബാച്ചിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ആ ചാപ്റ്ററിന്റെ റിവിഷൻ ഉണ്ടായിരിക്കും, ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടായിരിക്കും, ഓരോ ലൈവ് ക്ലാസ് കഴിയുമ്പോഴും DPP ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് എന്താണ് ഇതിൽ കൂടുതൽ ആവശ്യം അല്ലെ. ഇത്തരത്തിലൊരു കുട്ടി പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് മാർക്ക് കുറയുക അല്ലെ. അത് തന്നെയാണ് അഗ്നി ബാച്ചിലെ കുട്ടികൾ നിങ്ങളെ സീനിയർ ബാച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ല മാർക്കോട് കൂടെ എന്ത് ചെയ്തു, +1 പാസ്സാവാനായിട്ട് സാധിച്ചു. സോ എന്റെ മക്കൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ എഫേർട്ട് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. പകുതി നിങ്ങളുടെ എഫേർട്ടാണ്, പകുതി ഞങ്ങളുടെ സപ്പോർട്ട് കൂടിയാണ് അല്ലെ. അപ്പൊ അതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യും, വൃത്തിയായിട്ട് തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ കൂടെ നിൽക്കുക, എപ്പോഴും എന്ത് ചെയ്യുക, കാര്യങ്ങൾ വൃത്തിയായിട്ട് ഫോളോ ചെയ്യുക, നല്ലോണം പഠിക്കുക. ഈ ഒരു 2 വർഷം എല്ലാവർക്കും നിർണായകമായിട്ടുള്ള വർഷം തന്നെയാണ്. നല്ല രീതിക്ക് പഠിച്ച് മുന്നേറാൻ നോക്കുക. ഇനി ആരെങ്കിലൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ ജോയിൻ ചെയ്യാം, എക്സാം എടുക്കട്ടെ അപ്പം ജോയിൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ മക്കളെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും തുടക്കം മുതൽ പഠിച്ചാൽ മാത്രമാണ് അവസാനമാകുമ്പോഴേക്കും നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. പ്രത്യേകിച്ച് +1 വന്നൊരു സമയമല്ലേ, +1ലേക്ക് വന്നൊരു സമയമല്ലേ. അപ്പൊ ഒരുപാട് എന്ത് ചെയ്യാതിരിക്കുക, ഡിലേ വരുത്താതെ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ സൈലം ഗൈഡും കാര്യങ്ങളും എല്ലാ രീതിയിലും സപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഗൈഡൊക്കെ വാങ്ങി ലൈവ് എല്ലാം കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക മക്കളെ, ലൈൻ ബൈ ലൈൻ പഠിച്ചെടുക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചെടുക്കുക. ചുമ്മാ ബൈ ഹാർട്ട് മോഡ് ഓഫ് സ്റ്റഡി നമുക്ക് വേണ്ട, ഒരു കൺസെപ്റ്റ് ലെവലിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, നല്ല രീതിക്ക് മുന്നോട്ട് പോവുക. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആൻഡ് മക്കളെ ജോയിൻ ചെയ്യേണ്ടവർക്കായിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലേറ്റ് ആക്കാതിരിക്കുക, പഠിച്ചു തുടങ്ങുക. ഇനിയെങ്കിലും സെറ്റ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, അഗ്നി ബാച്ചിൽ കാണാം.